നമ്മൾ ചായ കുടിക്കും. ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം യൂസഫ്. പനിയാണ്, അതാണ് ഇപ്പോഴത്തെ വിശേഷം. ചേച്ചി എല്ലാവരും സ്മൈലി അടിപൊളിയാണെന്ന് പറയുന്നത്. താങ്ക് യു പിച്ചാമണി. ഓക്കെ, നയനാർ യൂസഫ്, അത് ഞാൻ വായിച്ചല്ലോ. നയനാർ അഭിലാഷിന് റെഡ് കാർഡ് കാണിക്കുന്നുണ്ട്. ഷാം ഇൻസ്റ്റിറ്റ്യൂട്ട് സുഖമാണോ നിൽക്കുന്നത്. റേച്ചേട്ടൻ ഗ്ലൈസൻ എൻ്റെ മക്കൾ നമസ്കാരം. റേച്ചേട്ടൻ നമസ്കാരം. നമസ്കാരം. ഫോൺ ചാർജ് എനിക്കറിയാം ഷാമയെന്ന് പറയുന്നുണ്ട്. ജിഹ ഇച്ചാടെ ഫോണിൽ ചാർജ് ചെയ്തു തീരുമ്പോൾ ലൈവും കട്ടാവും കേട്ടോ. ആരോൺ അമ്മാവൻ്റെ ഓരോരോ ലീലാവിലാസങ്ങൾ എന്ന് പറയുന്നുണ്ട്. ദിലീപ് ശ്യാമളിയെ കോൾ എടുക്കാൻ പറയുന്നുണ്ട്. എന്തിന് ഇപ്പം ഈ ലൈവിൻ്റെ ഇടയ്ക്ക് കോൾ ചെയ്യാൻ പാൻ ആര് പറഞ്ഞു? ദിലീപേ, ഈ ലൈവ് കഴിയുമ്പോൾ കോൾ ചെയ്താൽ പോരെ? വല്ലപ്പോഴും കയറി വരികയും ചെയ്യും. കഴിഞ്ഞ ആഴ്ച ഫുള്ള് കണ്ടിട്ടില്ല. എഫ് എ മറൈൻ ഹായ് അസ്ലാം. ഹായ് അസ്ലാം. ശ്യാം അരുണേ നിന്നെ ഞാൻ തട്ടുമെന്ന് പറയുന്നുണ്ട്. അഭിലാഷ ബിനായനാർ എന്താ താമസിച്ച് ചുവപ്പ് കാർഡ് കാണിക്കാമെന്ന് ചോദിക്കുന്നുണ്ട്. ലിജീഷ് ചേച്ചിക്കുട്ടി ഇപ്പോൾ എവിടെ? ലിജീഷ് ഞാൻ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ഇരിക്കുന്നു കേട്ടോ. ഗ്രൗണ്ടിൻ്റെ സൈഡിലോട്ട് മാറിയിരിക്കുന്നു. ദിലീപ് എടുക്കാൻ കോൾ. ശ്യാം കോഴി VPN ഓണാക്കണം. വെയിറ്റ്, നിങ്ങൾ ഈ ലൈവ് ഇട്ടിട്ട് പോവുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ തരുന്നതല്ല. ഓക്കെ, ഞാൻ അറിഞ്ഞില്ല. പാണ്ടി DP ഇട്ടപ്പോൾ പാണ്ടിയോ ആരും പറിച്ചിരിക്കും. വിജിഹ വണ്ടി ഓടിച്ചുകൊണ്ട് ഉറങ്ങുമെന്ന് പറിച്ചിരിക്കുന്നുണ്ട്. ഗ്രാവിറ്റിയിൽ അപ്പോൾ അത് കുറച്ചു മുമ്പ് അയച്ചാണല്ലോ. ഞാൻ വായിക്കാനുണ്ടോ? പിച്ചാമണി ക്രിക്കറ്റ് സ്റ്റേഡിയം. സ്റ്റേഡിയം ഓക്കെ, വേഗം ഓണാക്ക് അല്ലെങ്കിൽ ഞാൻ നൈറ്റ് ഫ്ലൈറ്റ് എടുക്കുമെന്ന് പറയുന്നുണ്ട്. ദിലീപ് ശ്യാം കിളവി എനിക്കിട്ട് കിളവി പക്ഷെ നല്ല 6 ആയിരുന്നു. ഇതൊന്ന് വായിച്ചേ, എനിക്ക് കിട്ടുന്നില്ല. ഇതൊന്ന് വായിച്ചേ. ശ്യാമ അയച്ചേക്കുന്നേ. കിളവി എനിക്കിട്ട് താങ്ങാണല്ലേന്ന്. ഇപ്പൊ കിട്ടി. നയനാർ ഫ്ലൈറ്റ് പോകുവാണെങ്കിൽ കാണിക്കണേന്ന് പറയുന്നുണ്ട്. നയനാർ അതാ ബീച്ച് സൈഡിലായിരുന്നു. ഇപ്പൊ 100 ഫ്ലൈറ്റ് അങ്ങോട്ടും പോയത്. ഉജിഹ ശ്യാം എന്ന് വിളിച്ചിരിക്കുന്നുണ്ട്. ശ്യാം അളിയ നീ എന്റെ ചങ്കല്ലേന്ന് പറയുന്നുണ്ട്. നയനാർ വിജയിക്കായി പറഞ്ഞു. റേച്ചേട്ടാ മടവ് സുഖമാണ് റേച്ചേട്ടാ. ഉജിഹ ഹായ് നയനാർ പറയുന്നുണ്ട്. ദിലീപ് ചങ്കല്ല, നീ എന്നെ അറിയിക്കാതെ അതും 1 ലിറ്റർ തീർത്തു എന്ന് പറയുന്നുണ്ട്. ശ്യാം ഉജിഹ സത്യം ഈ മടം 38 കഴിഞ്ഞ് കിളവിയ. അയ്യോ ഇതൊക്കെ എപ്പം മെസ്സേജ് ആണോ? പിച്ചാമണി ചേച്ചി എനിക്കൊരു ചായ വാങ്ങിക്കും. അപ്പൊ ഇപ്പൊ കുറച്ച് മുമ്പുള്ളായിരിക്കും. പിച്ചാമണിക്ക് ചായ തരാലോ. ഞങ്ങൾക്ക് പോലും കിട്ടിയില്ല. പറഞ്ഞെന്ത് എന്താ ചായ വെച്ചിട്ട് എന്തായിരുന്നു? ചായ ഇപ്പൊ കൊണ്ടുവരും. ഫ്രഷ് മിൽക്ക് എടുക്കാൻ പോയിരിക്കല്ലോ. ഫോണില്ലയോ ക്യൂബേർട്ടിന്റെ? ഇവിടെ നിക്കുവാണെങ്കിൽ അയ്യോ ചായ വേണോ എനിക്ക്? ഞങ്ങള് ചായ പറഞ്ഞു ഇപ്പൊ എടുക്കാൻ പോയേക്കോ. വേണോ ചായ? വേണ്ടെങ്കിൽ ഫോണിങ് വെക്കണ്ട നീ ഞങ്ങളുടെ മുല്ലപ്പെരിയാർ ആറ്റിന്ന് വെള്ളം എടുക്കാനല്ലേടാന്ന് ചോദിക്കുന്നുണ്ട്. നയനാർ അരുൺ ഒരു ചായ എനിക്ക് തരാലോ. മടോ 30+ മേ ബി നോട്ട് 35+ ഐ തിങ്ക് സോ. എന്നെ 35+ ഒക്കെ പറയുന്നു. എനിക്ക് ഡിസംബറിൽ 30 ആവും. എന്തിനാ എന്നെ കൊണ്ടത് പറയിച്ച് എന്നെ കരയിപ്പിക്കുന്നത്? എനിക്ക് വേണ്ട, എനിക്ക് 30 കയറണ്ട. റേച്ചേട്ടൻ ഗ്ലൈസൻ എന്ന് ഡ്യൂട്ടിയിലായിരുന്നു. ഉണ്ടായിരുന്നു, മോർണിംഗ് ഷിഫ്റ്റ് ആയിരുന്നു ചേട്ടാ. എന്താ മാറി ചിന്തിക്കാൻ? ബുദ്ധിപരമായിട്ടേ 30 കഴിയുമ്പോൾ ആൾക്കാരുടെ ബുദ്ധി ഇച്ചിരി വികസിക്കും. ആണോ? എൻ്റെ ബുദ്ധി ഇച്ചിരി വികസിച്ച് വേണം പല തീരുമാനങ്ങൾ എടുക്കാൻ. നയനാർ നാണമില്ല മാനമില്ല തമിഴർ എന്ന് പറയുന്നുണ്ട്. നയനാർ ഇവിടെ 2-3 പേരുണ്ടല്ലോ. ആരെ അടുത്താണോ എന്തോ. ശ്യാം അളിയ ആൽക്കഹോൾ കുറഞ്ഞാണ് എനിക്ക് പണി വന്നത്. ആൽക്കഹോൾ കുറഞ്ഞോണ്ടാണെന്ന് ശ്യാമിന് പണി വന്നേന്ന്. ചില കുടിയന്മാരുടെ മണ്ട സിദ്ധാന്തങ്ങൾ അതൊക്കെ. ശിവുവാർ ഹായ് ശിവുവാർ. കൂടുമ്പോ അറിയാം കേട്ടോ ശ്യാമേ. അതിന്റെ കണക്കും ഡെയിലിയുള്ള ഇതുമാകുമ്പോ കൂടുമ്പോ അറിയാം എന്തുവാണ് കുഴപ്പമെന്ന്. ഹീരയുടെ കഴിഞ്ഞില്ലല്ലോ. ഓക്കെ റേറ്റ് ചേട്ടാ. അളിയ എനിക്കൊരു ചായ കൂടി പറ, നിങ്ങൾ കുടിക്കുമ്പോൾ ഞാൻ വായി നോക്കിക്കൊണ്ടിരിക്കണോന്ന് ചോദിക്കുന്നുണ്ട് അഭിലാഷ്. ലിജീഷ് ഞാൻ പോവാ ചേച്ചി. ഓക്കെ ലിജീഷ് ഗുഡ് നൈറ്റ്. ഞാൻ പിന്നെ വരാം ദിലീപ്. അതെന്താ പറ്റി ദിലീപേ? അതുകൊണ്ട് ഞാൻ അത് ബാലൻസ് ആക്കി എന്ന് പറയുന്നുണ്ട് ശ്യാം. അളിയ നീ എവിടെ പോണെന്ന് ചോദിക്കുന്നുണ്ട് ശ്യാം. നയനാർ കൊരകന് ചുറ്റിക്ക്. അമ്മാവ ഗുരുവിന്റെ വാറ്റ് ബെസ്റ്റാന്ന് പറയുന്നുണ്ട്. ആരും ഗുരു വന്നില്ലെങ്കിൽ എന്താ